നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിൽ എടുക്കുക. ഭ്രമയുഗം നാളെ റിലീസാണ്. ഇപ്പം എന്നെ തിയേറ്ററിൽ നാളെ ആദ്യത്തെ ഷോ കാണാൻ ആഗ്രഹിപ്പിക്കുന്ന കാര്യങ്ങൾ, എന്നെ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ, ഒരു സാധാരണപ്പെട്ട പ്രേക്ഷകൻ, ഫാൻസുമായിട്ടൊന്നും ബന്ധമില്ല, ഒരു ഇതില്ല. നമ്മൾ ഭ്രമയുഗം എന്ന സിനിമ അല്ലെങ്കിൽ മലയക്കോട്ടെ വാലും എന്ന സിനിമ, ഓരോ സിനിമകളും നമ്മൾ എമ്പുരാൻ എന്ന സിനിമ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകൾ കാണാൻ നമ്മളെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പോലെ ഏത് സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ കാരണങ്ങൾ കാണും. ഭ്രമയുഗം എന്ന സിനിമ കാണാൻ എന്നെ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാരണം വേറെ ഒന്നുമല്ല, ആദ്യത്തെ കാരണം ഇത് തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. ഞാൻ ഇതുവരെ ഒരു തിയേറ്ററിൽ എൻ്റെ ഈ ഒരു ഇത്രയും കാലത്തിനിടയിൽ, ഇത്രയും വയസ്സിനിടയിൽ ഒരു പടം ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഫുള്ള് കണ്ടിട്ടില്ല. നമ്മൾ ചില സിനിമകളുടെയൊക്കെ ഫ്ലാഷ് ബാക്കൊക്കെ കുറച്ച് സമയം കണ്ടിട്ടുണ്ടോ, അതൊരു ഫുൾ ലെങ്തിൽ നമ്മളൊരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് ഇല്ല. അതിന് ഭയങ്കരമായിട്ടുള്ളൊരു കൊതിയുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഈ സിനിമ കാണുന്നത്. പിന്നെ രണ്ടാമത്, ഇതൊരു നിഗൂഢതകളുള്ള, ഭയപ്പെടുത്തുന്ന, ഞാനൊരു സ്ലോ പേസ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു 3 കഥാപാത്രങ്ങളോ ഭയങ്കര ഫാസ്റ്റായിട്ട് അടിച്ചടിച്ച് പോകുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിച്ച് അങ്ങനെ പോകുന്ന സിനിമ ആയിരിക്കത്തില്ല. ഒരു കഥാപരമായ കഥ ഇങ്ങനെ പറഞ്ഞ് നമ്മളതിനകത്ത് മനയ്ക്കകത്താക്കുന്ന രീതിയിൽ ആണ് അവരെടുക്കുന്നതെങ്കിൽ അത് നല്ല രസമായിട്ടായിരിക്കും അത് വരുന്നത്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. മുൻവിധികളില്ലാതെ, മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ തന്നെ, മുൻവിധികളില്ലാതെ മനസ്സ് ശൂന്യമായി വെച്ചുകൊണ്ട് സിനിമ കാണാൻ പോവുക. നമ്മൾ ഇത് ലാഗാണ്, ഇതാണ്, ഇങ്ങനെ ഒന്നും വെക്കാതെ നമ്മൾ ആ സിനിമ കാണാം. ഇഷ്ടപ്പെട്ടാൽ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഗംഭീരമാണെങ്കിൽ അത് ഗംഭീരമാണ് എല്ലാവർക്കും. ഇപ്പോൾ നമ്മളൊരു ചെറിയ ഉദാഹരണം, പ്രേമലു എന്ന് പറഞ്ഞ സിനിമ ഒരു വലിയ പബ്ലിസിറ്റി ഒന്നും എത്തിയില്ല. നസറിൻ്റെ ഒരു സിനിമ ഗിരീഷ് ഷെഡി എന്ന് പറഞ്ഞ സമയം നമ്മൾക്ക് 2 ഗംഭീര സംഭവങ്ങൾ തന്നു. എന്ത് ഗംഭീരമായ സിനിമ കളക്ട് ചെയ്യും. അന്നേരം സിനിമയ്ക്ക് ഒരിക്കലും ഗംഭീരമാണെങ്കിൽ ആർക്കും തടയാൻ പറ്റില്ല. എത്ര ഡിഗ്രേഡ് ചെയ്തില്ല, ഏത് സിനിമയാണെങ്കിലും നല്ലതാണെങ്കിൽ അത് ഓടിയിരിക്കും. അത് മമ്മൂട്ടി, മോഹൻലാൽ മുതൽ ഏറ്റവും പുതുമുഖ നടൻ്റെ ആണെങ്കിൽ പോലും ഗംഭീര സിനിമയാണെങ്കിൽ ഓടിയിരിക്കും എന്നത് സംശയങ്ങളൊന്നുമില്ല. അത് ഏത് കാലഘട്ടത്തിൽ, ഇപ്പം പരീക്ഷാ കാലഘട്ടമാണിത്, ചിലപ്പം മഴയുള്ള സമയമായിരിക്കും, ഇടിച്ചു കുത്തി മഴയത്ത് പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ കാലത്തും നേരത്തെ കാലത്തുമൊക്കെ നിറഞ്ഞ ക്യൂവിൽ ആൾക്കാർ പടം കാണുന്നത്. പക്ഷേ പടത്തിന് ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ഗംഭീരമായിരിക്കണം. അന്നേരം നമ്മളെ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ കാണാൻ, ഭ്രമയുഗം കാണാൻ ആഗ്രഹിക്കുന്ന 2-3 കാര്യങ്ങളിൽ ഒന്ന് എടുത്തു പറയുന്നത്, ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്, നിഗൂഢതകളും ഹൊററും ഒക്കെ ഉള്ള സിനിമയാണ്. മൂന്നാമത് എടുത്തു പറയേണ്ട ഒരു 2 കാര്യങ്ങൾ, ഒന്ന് മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ്റെ മേക്ക് ഓവർ. രക്ഷയില്ല ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്യുന്ന. നേരത്തെ അദ്ദേഹം തെളിയിച്ചതാണ്, എന്നാലും ഓരോരോ ദിവസവും മിനുക്കി ആ മിനുക്ക് എത്രമാത്രം ഉണ്ടെന്ന് കാണാൻ വേണ്ടി. പിന്നെ രാഹുൽ സദാശിവൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കാണാൻ വേണ്ടി, എൻ്റെ ഓരോ ഭാഗങ്ങളും കാണാൻ വേണ്ടി, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എൻ്റെ ആർട്ട്, ഇങ്ങനെയുള്ള എല്ലാം നമുക്ക് ആസ്വാദ്യകരമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നല്ലൊരു സിനിമ ആകട്ടെ എന്ന് ആശംസിക്കാം. നല്ല പരീക്ഷണ ചിത്രങ്ങൾ, ഇതൊരു പരീക്ഷണ ചിത്രമാണ്. പരീക്ഷണ ചിത്രങ്ങൾ വിജയിക്കുമ്പം കൂടുതൽ ആൾക്കാർക്കതൊരു വീണ്ടും ഇങ്ങനെയുള്ള ചിത്രങ്ങളുമായിട്ട് മുന്നോട്ട് വരാനുള്ളൊരു പ്രേരണ എപ്പോഴും വരും. അതിന് ഈ ചിത്രം സഹായമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നാളെ കൃത്യമായ റിവ്യൂ, അത് ഇന്ന ഒരു സാധാ പ്രേക്ഷകൻ കാണുന്ന റിവ്യൂ ഉറപ്പായിട്ടും ഈ ചാനൽ ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും. അന്നേരം എല്ലാ ആശംസകളും ഭ്രമയുഗം ടീമിന് നേരുന്നു. സൈനിങ് ഓഫ്.